So, linear differential equation in the format dy by dx plus py is equal to q. dy by dx plus py is equal to q. അപ്പോൾ അതിൽ പി ക്യൂ ഫങ്ഷൻസ് ഓഫ് എക്സ്, എക്സിൻ്റെ മാത്രം ഫംഗ്ഷൻ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ്, അതായത് വൈ വരാൻ പാടില്ല. അപ്പോൾ പിയുടെ അകത്തും ക്യൂവിൻ്റെ അകത്തും വൈ വരാൻ പാടില്ല. ഇത് തിരിച്ചറിയാനുള്ള മാർഗം ഒരു dy by dx ഉണ്ടാവും, പിന്നെ എവിടെ ഒരു വൈ കൂടി ഉണ്ടാവും. അപ്പോൾ dy by dx പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ. ഇതാണ് ഫോർമാറ്റ്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം പിയും ക്യൂവും തിരിച്ചറിയണം. അപ്പോൾ പി എങ്ങനെ തിരിച്ചറിയാം? വൈയുടെ കൂടെ, അപ്പോൾ സിമ്പലും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ dy by dx പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വൈയുടെ കൂടെ ഉള്ളത് പി ആയിട്ടും റൈറ്റ് സൈഡിലുള്ളത് ക്യൂ ആയിട്ട് എടുക്കാം. അതിനുശേഷം ആ പീനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രൽ പി ഡി എക്സ് കണ്ടുപിടിക്കാം. ഇനി ഐ എഫ് എന്ന് വെച്ചാൽ അടുത്തതായിട്ട് ഐ എഫ് കണ്ടുപിടിക്കണം, ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ ഐ എഫ് കണ്ടുപിടിക്കാനുള്ള ഫോമുല ബൈ ഹാർട്ട് ചെയ്യണം, ഇ റേസ് ടു ഇൻറ്റഗ്രൽ പി ഡി എക്സ്. അപ്പോൾ നേരത്തെ നമ്മൾ ഇൻറ്റഗ്രേഷൻ പി ഡി എക്സ് കണ്ടുപിടിച്ചായിരുന്നു, അത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അതിൻ്റെ ഒരു നോട്ട് പിന്നെ പറയാം. നോ സൊല്യൂഷൻ, ഐ എഫ് ഇട്ട് കഴിഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. y ഇൻറ്റു ഐ എഫ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ക്യൂ ഇൻറ്റു ഐ എഫ് ഡി എക്സ്. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ അവസാനം ആ റൈറ്റ് സൈഡ് ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടി വരും ബേസിക്കായിട്ട്. ഒന്നാമതായിട്ട് ടാൻ എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് സീക്ക് എക്സ്, കോട്ടെക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് സൈൻ എക്സ്, 1/x ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് എക്സ്, എക്സ് റേസ് ടു ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റേസ് ടു n + 1/n+1. പിന്നെ ഒരു എക്സ്പോണൻഷ്യൻ്റെയും ലോഗിൻ്റെ ഒരു ഇതാണ് ഇ റേസ് ടു ലോഗ് വന്നാൽ ഈ ലോഗും വെട്ടിപ്പോയിട്ട് ആ എ മാത്രം ബാക്കിയുണ്ടാവും.